പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ കെമിസ്ട്രിയിലെ മോൾ കോൺസെപ്റ്റ് എന്നുള്ള ചാപ്റ്ററിലെ ഒരു ചോദ്യമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ ഒക്കെ മാറിയിരിക്കുകയാണെന്ന് നമുക്കറിയാം. അപ്പോൾ എളുപ്പത്തിൽ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം പരീക്ഷയ്ക്ക് വരിക. ക്വസ്റ്റ്യൻസ് വായിച്ച് അത് അറ്റ്ലീസ്റ്റ് 3-4 വട്ടം വായിച്ചിട്ട് മാത്രമേ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ചോദ്യം ഒരു 5 മിനിറ്റിനുള്ളിൽ വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കുകയാണ്. ഒരു ഇക്വേഷൻ തന്നിരിക്കുന്നതാണ്. 2SO2 + O2 gives 2SO3. ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഇക്വേഷൻ ബാലൻസ്ഡ് ആണോ അല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യന് ഓൾറെഡി ബാലൻസ്ഡ് ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ബാലൻസ് അല്ലെങ്കിൽ നിങ്ങൾ ഇക്വേഷനെ ആദ്യം ബാലൻസ് ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ സബ് ക്വസ്റ്റ്യൻ എ വായിക്കുകയാണ്. ഹൗ മെനി ഗ്രാംസ് ഓഫ് SO3 ഈസ് ഫോംഡ് വെൻ 10 moles ഓഫ് SO2 റിയാക്ട് കംപ്ലീറ്റ്ലി വിത്ത് ഓക്സിജൻ. ഈ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനാദ്യമായിട്ട് തന്നിരിക്കുന്ന ഇക്വേഷനെ നിങ്ങൾ മോളിൻ്റെ ബേസിൽ ആദ്യമായിട്ട് എഴുതാം. ഓക്കെ, 2SO2 + O2 gives 2SO3 എന്നുള്ളതിനെ നമ്മൾ മോളിൻ്റെ ബേസിൽ എഴുതുമ്പോൾ 2 mol SO2 അതുപോലെ തന്നെ 1 mol O2 gives 2 mol SO3 എന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. അതിനുശേഷം നമ്മൾ മാസിൻ്റെ ബേസിൽ കൂടി എഴുതാം. നമുക്കറിയാം SO2യുടെ മാസ്, എസിൻ്റെ മാസ് എന്ന് പറയുന്നത് 32 ആണ്. അതുപോലെ ഓൻ്റെ മാസ് എന്ന് പറയുന്നത് 16 2 16 × 2 എന്ന് പറയുമ്പോൾ 32. സോ 32 + 32 എന്ന് പറയുമ്പോൾ 64 × 2 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 128 ഗ്രാം എന്ന് കിട്ടും. അതുപോലെ തന്നെ ഓക്സിജൻ, 1 മോളാണ് ഓക്സിജൻ ഉള്ളത്. ഓൻ്റെ മാസ് എന്ന് പറയുന്നത് 16 ആണ്. ഇവിടെ O2 എന്ന് പറയുമ്പോൾ 32 ആണ്. 32 × 1 എന്ന് പറയുമ്പോൾ 32. അതുപോലെ SO3യുടെ മാസ് ഇവിടെ നൽകിയിട്ടുണ്ട്. SO3യുടെ മാസ് 80 ആണ്. 80 × 2 എന്ന് പറയുമ്പോൾ 160. എപ്പോഴും റിയാക്റ്റന്റിന്റെ മാസും പ്രോഡക്റ്റിന്റെ മാസും എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. നിങ്ങൾ മാസിന്റെ ബേസിൽ എഴുതുമ്പോൾ റിയാക്റ്റന്റിന്റെ മാസും പ്രോഡക്റ്റിന്റെ മാസും ഈക്വൽ ആണോ എന്നുള്ളത് ശ്രദ്ധിക്കുക. അത് ഈക്വൽ അല്ലെങ്കിൽ നിങ്ങൾ എഴുതിയിട്ടുള്ളതിൽ എവിടെയോ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇവിടെ 128ഉം 32ഉം കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ 160 തന്നെയാണ് കിട്ടുക. ഓക്കെ, ഇനി നമ്മൾ ചോദ്യത്തിലേക്ക് വരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ഗ്രാംസ് ഓഫ് SO3 ഈസ് ഫോംഡ് വെൻ 10 moles ഓഫ് SO2 റിയാക്ട് കംപ്ലീറ്റ്ലി വിത്ത് ഓക്സിജൻ. ഇതിന്റെ മീനിങ് നിങ്ങൾ ആദ്യം മൈൻഡിൽ നന്നായിട്ട് ഓർമ്മിക്കുക. അതായത് എത്ര ഗ്രാം SO3 ആണ് നമുക്ക് ലഭിക്കുക അല്ലേ? അപ്പോൾ when 10 moles